കാറുകൾ നിലവിൽ വരുന്നതിന് മുമ്പ് ലോകം തികച്ചും വ്യത്യസ്തമായ ഒരു വേഗതയിലാണ് സഞ്ചരിച്ചിരുന്നത്. യാത്രകൾ മന്ദഗതിയിലുള്ളതും കഠിനവും പലപ്പോഴും പ്രവചനാതീതവുമായിരുന്നു. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ആളുകൾ കുതിരകളെയും ഒട്ടകങ്ങളെയും കുതിരവണ്ടികളെയും ആശ്രയിച്ചിരുന്നു. നൂറ്റാണ്ടുകളോളം ഭൂഖണ്ഡങ്ങളിലുടനീളം ഇതായിരുന്നു പ്രധാന ഗതാഗത മാർഗം. റോഡുകൾ ദുർഘടമായിരുന്നു, യാത്രകൾ ദൈർഘ്യമേറിയതും ദൂരമെന്നത് വ്യാപാരത്തിനും ആശയവിനിമയത്തിനും പര്യവേക്ഷണത്തിനും ഒരു വലിയ തടസ്സവുമായിരുന്നു. ഇന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു യാത്ര അക്കാലത്ത് ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തേക്കാം. ജീവിതം കൂടുതൽ പ്രാദേശികമായി പരിമിതപ്പെട്ടിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം എന്നത് ഒരു സൗകര്യത്തേക്കാൾ ഉപരിയായി ഒരു പ്രത്യേകാവകാശമായിരുന്നു. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ വ്യവസായ വിപ്ലവം സമൂഹത്തെ മാറ്റിമറിക്കാൻ തുടങ്ങിയതോടെ പുതിയ ആശയങ്ങൾ ഉയർന്നുവന്നു. ഫാക്ടറികളിൽ കായിക അധ്വാനത്തിന് പകരം നീരാവിയിലും പിന്നീട് വൈദ്യുതിയിലും പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ വന്നു. ഈ കാലഘട്ടം നവീകരണത്തിനും ജിജ്ഞാസയ്ക്കും വഴിയൊരുക്കി. മൃഗങ്ങളെ ആശ്രയിക്കാതെ സ്വയം ചലിക്കാൻ കഴിയുന്ന ഒരു വാഹനത്തെക്കുറിച്ച് ഭാവനയിൽ കാണാൻ ഇത് ഉപജ്ഞാതാക്കളെ പ്രേരിപ്പിച്ചു. അക്കാലത്ത് അതൊരു വിപ്ലവകരമായ ആശയമായിരുന്നു, പക്ഷെ അത് താമസിയാതെ യാഥാർത്ഥ്യമായി. 1886 ജർമ്മൻ എഞ്ചിനീയറായ കാൾ ബെൻസ് ചരിത്രം കുറിച്ചു. ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ ഓട്ടോമൊബൈൽ എന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട ബെൻസ് പേറ്റൻ മോട്ടോർ വാഗൺ അദ്ദേഹം നിർമ്മിച്ചു. ഇതൊരു ഗ്യാസോലിൻ എഞ്ചിൻ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. കുതിരകളുടെ സഹായമില്ലാതെ യാത്രക്കാരെ കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്തതായിരുന്നു ഇത്. ഇതിന് 3 ചക്രങ്ങളും ലളിതമായ ഒരു ചട്ടക്കൂടും ചെറിയൊരു എഞ്ചിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. മനുഷ്യൻ ആദ്യമായി ആന്തരിക ദഹന പ്രക്രിയ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വയംചലിത വാഹനം സൃഷ്ടിച്ചു. ഈ കണ്ടുപിടുത്തം ഉടനടി അംഗീകരിക്കപ്പെട്ടില്ല. പലരും ഈ വിചിത്രമായ യന്ത്രത്തെ സംശയത്തോടെയും ഭയത്തോടെയും നോക്കിക്കണ്ടു. അത് വലിയ ശബ്ദമുണ്ടാക്കുന്നതും അപരിചിതവുമായിരുന്നു. റോഡുകൾ അത്തരം വാഹനങ്ങൾക്ക് അനുയോജ്യമായിരുന്നില്ല. അവയെ പിന്തുണയ്ക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും കുറവായിരുന്നു. എന്നിരുന്നാലും ഈ വെല്ലുവിളികൾക്കിടയിലും ആ ആശയം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. ഏകദേശം ഇതേ സമയത്ത് തന്നെ മറ്റൊരു ജർമ്മൻ ഉപജ്ഞാതാവായ ഗോട്ട്ലീബ് ഡൈംലർ ഉയർന്ന വേഗതയുള്ള ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകൾ വികസിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെയും സഹപ്രവർത്തകനായ വിൽഹം മെയ്ബാക്കിന്റെയും പ്രവർത്തനങ്ങൾ ഓട്ടോമൊബൈൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ബെൻസ് ഒരു സമ്പൂർണ്ണ വാഹനം നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഡൈംലർ എഞ്ചിൻ പരിഷ്കരിക്കുന്നതിലും അത് കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിലുമാണ് ശ്രദ്ധിച്ചത്. ഇവരുടെ കൂട്ടായ സംഭാവനകൾ ആധുനിക ഓട്ടോമൊബൈൽ വ്യവസായത്തിന് അടിത്തറയിട്ടു. ഈ കഥയിലെ പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നതുമായ ഒരു വ്യക്തിയാണ് കാൾ ബെൻസിന്റെ ഭാര്യ ബെർത്ത ബെൻസ്. 1888 ഭർത്താവിനോട് മുൻകൂട്ടി പറയാതെ അവർ ഒരു ഓട്ടോമൊബൈലിൽ ആദ്യത്തെ ദീർഘദൂര യാത്ര നടത്തി. 100 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത അവർ വഴിയിലുടനീളം യന്ത്രത്തകരാറുകൾ പരിഹരിക്കുകയും യാത്രക്കിടയിൽ ആദ്യത്തെ ബ്രേക്ക് ലൈനിംഗ് കണ്ടുപിടിക്കുകയും ചെയ്തു. ഓട്ടോമൊബൈൽ വെറുമൊരു കണ്ടുപിടുത്തമല്ല, മറിച്ച് ഒരു പ്രായോഗിക ഗതാഗത മാർഗമാണെന്ന് അവരുടെ യാത്ര തെളിയിച്ചു. ഇത് പൊതുജനവിശ്വാസം വർദ്ധിപ്പിക്കാനും കാറുകളുടെ യഥാർത്ഥ സാധ്യതകൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാനും സഹായിച്ചു. 19ആം നൂറ്റാണ്ട് അവസാനിച്ചതോടെ ഓട്ടോമൊബൈലുകളിലുള്ള താൽപര്യം വർദ്ധിച്ചു. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ഉപജ്ഞാതാക്കൾ വ്യത്യസ്ത രൂപകൽപ്പനകളിലും ഇന്ധനങ്ങളിലും പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി. ആദ്യകാല കാറുകൾ ചെലവേറിയതും വിശ്വസിക്കാൻ കൊള്ളാത്തതും പ്രവർത്തിപ്പിക്കാൻ പ്രയാസമുള്ളതുമായിരുന്നു. എങ്കിലും ആ ആശയം വേരുപിടിച്ചു. കാറുകൾ എന്നത് വെറുമൊരു സ്വപ്നമല്ലാതെ യാഥാർത്ഥ്യമായി മാറി. ഈ കാലഘട്ടം കാറുകളുടെ യഥാർത്ഥ ജനനത്തെ അടയാളപ്പെടുത്തുന്നു. ഭാവന നവീകരണമായി മാറിയ കാലം. ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു മഹായാത്രയുടെ തുടക്കമായിരുന്നു അത്. ലളിതമായ ഒരു പരീക്ഷണമായി തുടങ്ങിയത് താമസിയാതെ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലൊന്നായി പരിണമിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഘട്ടം പിന്നിട്ടതോടെ 20ആം നൂറ്റാണ്ടിന്റെ തുടക്കം മോട്ടോർ വാഹന ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി മാറി. അപൂർവമായൊരു കണ്ടുപിടുത്തം എന്ന നിലയിൽ നിന്നും ആഗോളതലത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി കാറുകൾ പരിണമിച്ചു. തുടക്കത്തിൽ ഇവ ആഡംബര വസ്തുവായാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. കൈകൊണ്ട് നിർമ്മിച്ചതും വില കൂടിയതും സമ്പന്നർക്ക് മാത്രം സ്വന്തമാക്കാൻ കഴിയുന്നതുമായ ഒന്നായിരുന്നു അത്. വിദഗ്ധരായ തൊഴിലാളികൾ വളരെ ശ്രദ്ധയോടെ ഓരോ വാഹനവും നിർമ്മിച്ചെടുക്കാൻ ധാരാളം സമയമെടുത്തിരുന്നു. അതിനാൽ സാധാരണക്കാർക്കൊരു വാഹനം സ്വന്തമാക്കുക എന്നത് അപ്രാപ്യമായ കാര്യമായിരുന്നു. ഹെൻറി ഫോർഡ് എന്ന വ്യക്തിയുടെ ഇടപെടലിലൂടെ ആ യാഥാർത്ഥ്യം നാടകീയമായി മാറി. 1908 ഫോർഡ് മോഡൽ ടി എന്ന കാർ അവതരിപ്പിച്ചു. സാധാരണക്കാർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത ലളിതവും ഈടുനിൽക്കുന്നതും കുറഞ്ഞ ചിലവിൽ ലഭ്യമാകുന്നതുമായ ഒന്നായിരുന്നു അത്. എന്നാൽ കാറിനേക്കാൾ വലിയ നവീകരണം അത് നിർമ്മിച്ച രീതിയിലായിരുന്നു. 1913 മൂവിംഗ് അസംബ്ലി ലൈൻ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉൽപാദന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. തൊഴിലാളികൾ ഒരു വാഹനം പൂർണ്ണമായി നിർമ്മിക്കുന്നതിനു പകരം ഓരോരുത്തരും ഓരോ പ്രത്യേക ജോലി മാത്രം ചെയ്യുകയും യന്ത്രഭാഗങ്ങൾ ഒരു പ്രൊഡക്ഷൻ ലൈനിലൂടെ നീങ്ങുകയും ചെയ്തു. ഈ രീതി നിർമ്മാണ സമയവും ചിലവും വൻതോതിൽ കുറച്ചു.
പണ്ട് 12 മണിക്കൂറിലധികം സമയമെടുത്തിരുന്ന പണി വെറും 90 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. ഇതോടെ മോഡൽ ടിയുടെ വില ഗണ്യമായി കുറയുകയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് ലഭ്യമാകുകയും ചെയ്തു. ചരിത്രത്തിലാദ്യമായി സാധാരണ കുടുംബങ്ങൾക്കും ഗതാഗത സൗകര്യം സ്വന്തമായി ഉറപ്പാക്കാൻ കഴിഞ്ഞു. സാമൂഹിക മാറ്റവും അടിസ്ഥാന സൗകര്യങ്ങളും ഇതിന്റെ സ്വാധീനം ഉടനടി ദൃശ്യമായി. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വാഹനങ്ങളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു. റോഡുകൾ മെച്ചപ്പെടാൻ തുടങ്ങുകയും വർദ്ധിച്ചുവരുന്ന തിരക്കിനെ ഉൾക്കൊള്ളാൻ സർക്കാർ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു. നഗരങ്ങളെയും ഗ്രാമങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഹൈവേകൾ നിർമ്മിക്കപ്പെട്ടു. അതേസമയം ജനറൽ മോട്ടോഴ്സിനെ പോലെയുള്ള കമ്പനികൾ വിവിധ മാതൃകകളും നിറങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് വിപണിയിൽ മത്സരം കൂട്ടി. കാറുകൾ കേവലം യന്ത്രങ്ങൾ എന്നതിലുപരി വ്യക്തിത്വത്തിന്റെയും പദവിയുടെയും അടയാളങ്ങളായി മാറി. യൂറോപ്പിൽ മെഴ്സിഡസ് ബെൻസ് പോലുള്ള നിർമ്മാതാക്കൾ സാങ്കേതിക മികവിലും പ്രകടനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വ്യവസായവും ജീവിതശൈലിയും. കാറുകളുടെ വ്യാപനം നിത്യജീവിതത്തെ മാറ്റിയെഴുതി. 1. നഗരവികസനം. ജോലിസ്ഥലത്തിന് അടുത്ത് തന്നെ താമസിക്കണമെന്ന നിർബന്ധം ഇല്ലാതായതോടെ നഗരങ്ങൾ വികസിക്കുകയും ഉപനഗരങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. 2. പുതിയ ബിസിനസ്സുകൾ, പെട്രോൾ പമ്പുകൾ, റിപ്പയർ ഷോപ്പുകൾ, റോഡ് വശങ്ങളിലെ സേവനങ്ങൾ എന്നിവ ഉദയം ചെയ്തു. 3. സാമ്പത്തിക വളർച്ച. എണ്ണ ഉൽപാദനം, സ്റ്റീൽ, റബ്ബർ വ്യവസായങ്ങൾ എന്നിവയ്ക്ക് വലിയ ഉത്തേജനം ലഭിച്ചു. കാറുകളുടെ വൻതോതിലുള്ള ഉൽപാദനം കേവലം യാത്രാസൗകര്യത്തെ മാത്രമല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയെയും തൊഴിൽ മേഖലയെയും സ്വാധീനിച്ചു. ഈ ദ്രുതഗതിയിലുള്ള വളർച്ച വെല്ലുവിളികളും ഉയർത്തി. ഗതാഗതക്കുരുക്കും അപകടങ്ങളും വർദ്ധിച്ചു. ഇത് ട്രാഫിക് നിയമങ്ങൾ, സിഗ്നലുകൾ, ലൈസൻസിംഗ് സംവിധാനങ്ങൾ എന്നിവ നടപ്പിലാക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിച്ചു. എങ്കിലും മോട്ടോർ വാഹനങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി മാറി. എവിടെയും എപ്പോഴും സഞ്ചരിക്കാനുള്ള സൗകര്യം പലർക്കും പുതിയ അവസരങ്ങൾ നൽകി. 1920കളിലും 30കളിലും എത്തിയപ്പോഴേക്കും ഇത് ആധുനിക ജീവിതത്തിന്റെ കേന്ദ്രഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. ലോകം ചലിക്കുന്നതും ജോലി ചെയ്യുന്നതും ജീവിക്കുന്നതുമായ രീതിയെ മാറ്റിമറിക്കാൻ ഈ വിപ്ലവത്തിന് സാധിച്ചു.